നമ്മളിൽ പലർക്കും ബാല്യകാലം ഓർമ്മിപ്പിക്കുന്ന ഒരു കാർട്ടൂൺ പറഞ്ഞാൽ അത് തീർച്ചയായും ഡോറേമോൻ ആയിരിക്കും. നോബിതയും ഡോറേമോനും അവരുടെ അത്ഭുതകരമായ ഗാഡ്ജറ്റുകളും. പിന്നെ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടൻ ടിവിയുടെ മുന്നിലിരുന്ന് കാണുന്ന ആ ഒരു സുഖമുള്ള സമയങ്ങളും. പക്ഷെ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഡോറേമോന്റെ ലോകത്തിൽ നമ്മൾ കാണാത്ത ചില ഡാർക്ക് കഥകൾ ഉണ്ടാകുമെന്ന്? ഇതിനകം തന്നെ നമ്മൾ ഡോറേമോന്റെ ഒരു റിയൽ സ്റ്റോറി ചെയ്തിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അല്പം വ്യത്യസ്തമായ ഒന്നാണ്. ഡോറേമോനുമായി ബന്ധപ്പെട്ട ഒരു വിചിത്രവും കുറച്ച് ക്രീപ്പിയുമായ ഒരു മിസ്റ്ററി. ഈ വിഷയം നിങ്ങളുടെ ബാല്യകാല ഓർമ്മകളെ അല്പം ഡാർക്കാക്കാൻ ഇടയുണ്ടാകും. 90കളിൽ അല്ലെങ്കിൽ 2000-ൽ വളർന്ന കുട്ടികളാണെങ്കിൽ ഡോറേമോൻ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് അനിമി ആയിരിക്കും. തൻ്റെ മാജിക് പോക്കറ്റിൽ നിന്നുള്ള ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് നോബിതയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു നീല നിറത്തിലുള്ള റോബോട്ട് പൂച്ച. ഇന്ത്യയിൽ പോലും ഡോറേമോൻ അത്ര ജനപ്രിയമായി. മലയാളം ഡബ്ബിങ്ങിലൂടെ ഇന്ത്യൻ കുടുംബങ്ങളിൽ ഡോറേമോനെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ സ്വീകരിച്ചു. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥ ആ സ്നേഹമുള്ള ഡോറേമോനെ കുറിച്ചല്ല. ഇതൊരു അർബൻ ലെജൻഡ് കഥയാണ്. ജപ്പാനിൽ വളർന്ന പ്രശസ്തമായ ഒരു ക്രീപ്പി പസ്സ കഥ. അതിന്റെ പേര് ഡോറേമോൻ ടാലന്റ്, അല്ലെങ്കിൽ ജാപ്പനീസ് ഭാഷയിൽ ഡോറേമോൻ ടെരന്റോ. ഈ കഥ യഥാർത്ഥത്തിൽ ഡോക്യുമെന്റ് ചെയ്ത ഒരു അർബൻ ലെജൻഡ് ആണ്. 2000-ങ്ങളുടെ തുടക്കത്തിൽ ജപ്പാനീസ് ഇന്റർനെറ്റ് ഫോറമായ 2CHൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പഴയ അറിയപ്പെടുന്ന ഒരു ചർച്ച 2005 മാർച്ചിലെ ഒരു ആർക്കീവ് പോസ്റ്റിലാണ്. ഇത് നിങ്ങൾക്ക് ഇന്നും കാണാൻ കഴിയും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഈ പോസ്റ്റുകളിൽ ആളുകൾ പറഞ്ഞത് എന്തെന്നാൽ, ഈ മിസ്റ്ററി എപ്പിസോഡ് 1984 ജൂലൈ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തതാണെന്നും അതൊരിക്കൽ മാത്രമാണ് പ്രേക്ഷണം ചെയ്തത് എന്നും. ചിലർ ഇതിനും അപ്പുറം ഒരു കാര്യം കൂടെ വിശ്വസിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിനുള്ളിൽ തന്നെ ഡോറേമോൻ ക്രിയേറ്ററുടെ മരണവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് അവരുടെ വിശ്വാസം. ആ ദിവസത്തിൽ യഥാർത്ഥത്തിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന എപ്പിസോഡുകൾ നോബിതാസ് ഫെയറി ടെയിൽ ട്രിപ്പ് എന്നും ഐ ഗോട്ട് എ സ്പെയർ 4 ഡയമെൻഷണൽ പോക്കറ്റ് എന്നുമായിരുന്നു. പക്ഷെ അന്നേ ദിവസം പ്രേക്ഷകർക്ക് കാണാൻ കിട്ടിയത് മറ്റൊന്നായിരുന്നു. ചില തിയറികൾ പറയുന്നത് ഇതൊരു പക്ഷേ ഫോൾസ് മെമ്മറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബൂട്ട് സ്ലെപ്പ് VHS ടാപ്പിന്റെ ഒരു ഡിസോർഡർഡ് വേർഷൻ ആയിരിക്കാമെന്ന്. ചിലർ പറഞ്ഞത് ഈ മിസ്റ്ററി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിൽ ടാലന്റ് എന്നായിരുന്നു. പക്ഷേ ആ എഴുത്ത് ഡിസ്റ്റോർട്ട് ചെയ്തിരുന്നത് കൊണ്ട് അത് ജാപ്പനീസിൽ ഷീൻ എന്ന വാക്കുപോലെ തോന്നി. അതിന്റെ അർത്ഥം ഡെത്ത് ഓർ ഡൈ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്രീപ്പി എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ അറിയാം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങളൊരു ചെറിയ കുട്ടിയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം നിങ്ങളുടെ ഫേവറേറ്റ് കാർട്ടൂൺ കാണാൻ ടിവിയുടെ മുന്നിലിരിക്കുകയാണ്. ഡോറേമോൻ തുടങ്ങുന്നു. പക്ഷെ ആദ്യ സീനിൽ തന്നെ എന്തോ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ആദ്യം തന്നെ ആനിമേഷൻ വളരെ വിചിത്രമാണ്. കഥാപാത്രങ്ങളെല്ലാം വളരെ ചുരുങ്ങിയതും വിചിത്രമായി അമർത്തിയതും പോലെ തോന്നുന്നു. ആരോ അവരെ ബലമായി സ്ക്വീസ് ചെയ്തതുപോലെ. മുഖങ്ങൾ ഓഫ് മോഡലാണ്. അത് ശരിയായി വരച്ചതുപോലെ തോന്നുന്നേയില്ല. കളറുകളെല്ലാം വാഷ് ഔട്ടായി കാണുന്നു. പഴയ ഒരു VHS ടേപ്പ് പലതവണ പ്ലേ ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്ത പോലെ. വോയിസ് ആക്ടിങ്ങും ഒറിജിനൽ കാസ്റ്റിനോട് പൊരുത്തപ്പെടുന്നേയില്ല. ഈ എപ്പിസോഡിൽ ഡോറേമോന്റെ ശബ്ദം അല്പം വിചിത്രമാണ്. അതുപോലെ നോബിതയുടെ ശബ്ദത്തിലും നമ്മൾ അറിയുന്ന ആ നിരപരാധിത്വം ഇല്ല. ഈ എപ്പിസോഡ് അത്ര വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നതല്ല. ഇതിൽ ഭൂതങ്ങളോ ജംസ്കെയറുകളോ ഒന്നുമില്ല. പക്ഷേ ഇതിലെ ഡാർക്ക് തീംസ്, കൺഫ്യൂസിംഗ് പ്ലോട്ട്സ്, കൂടാതെ അസാധാരണമായ വിഷ്വൽസ്, ഇവയൊക്കെ അന്നത്തെ ജാപ്പനീസ് കുട്ടികളെ വളരെ ട്രോമറ്റൈസ് ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം അവർ വലിയവരായപ്പോൾ ഈ ഓർമ്മകൾ ഇന്റർനെറ്റിൽ പങ്കുവച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് കണ്ടത് അവർ മാത്രം അല്ല, ഒരുപാട് ആളുകൾ ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടതുപോലെ. അതിൻ്റെ സത്യാവസ്ഥ ആർക്കും ഉറപ്പായി അറിയില്ലായിരുന്നു. എപ്പിസോഡ് ഇപ്പോൾ തുടങ്ങുകയാണ്. സ്ക്രീനിൽ ഒരു സിമ്പിൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്. അതിൻ്റെ മുകളിൽ വെളുത്ത അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് ടരൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും ഇല്ല. നമ്മളെല്ലാവരും അറിയുന്ന ആ സന്തോഷകരമായ ഡോറേമോൻ തീം സോങ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സെക്കൻഡ് ആ ടെക്സ്റ്റ് സ്ക്രീനിൽ അങ്ങനെ നിന്നു. പിന്നീട് എപ്പിസോഡ് ആരംഭിച്ചു. ആദ്യ സീൻ നോബിതയുടെ സ്കൂളിന് പുറത്തു നിന്നാണ്. ആ സമയം മഴ പെയ്യുകയാണ്. പക്ഷേ ആ മഴ സാധാരണ പോലെ തോന്നുന്നില്ല.
ആനിമേഷൻ വളരെ അസ്വാഭാവികമാണ്. ആ മഴത്തുള്ളി വളരെ വളഞ്ഞതും തെറ്റായതും പോലെ തോന്നുന്നു. യാതൊരു അനുഭവമില്ലാത്ത ഒരു വ്യക്തി കൈകൊണ്ട് വരച്ചതുപോലെ. ഡോറേമോനും നോബിതയും കുടകളുടെ കീഴിൽ നിൽക്കുകയായിരുന്നു. നോബിത വിഷമിച്ച മുഖത്തോടെ ഡോറേമോനോട് പറഞ്ഞു, ഡോറേമോൻ, എനിക്ക് അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സ്ട്രിപ്പിലേക്ക് പോകണം. നീ എന്നെ അവിടെ എത്തിച്ചു തരാമോ എന്ന്. ഈ അഭ്യർത്ഥന അല്പം വിചിത്രമായിരുന്നു. കാരണം സാധാരണയായി നോബിത ഇങ്ങനെ ഒരു സ്പെസിഫിക് അണ്ടർഗ്രൗണ്ട് ലൊക്കേഷനിലേക്ക് പോകണമെന്ന് ഒരിക്കലും പറയാറില്ല. അവൻ്റെ കഥാപാത്രം അങ്ങനെ എഴുതിയതും അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം സീരീസിൽ നോബിത എത്ര ഭീരുവാണെന്ന്. പക്ഷേ ഡോറേമോൻ ഒന്നും ചോദിക്കാതെ, യാതൊരു വിശദീകരണവും നൽകാതെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഗാഡ്ജറ്റ് പുറത്തെടുക്കുന്നു. ആ ഗാഡ്ജറ്റ് ഒരു ലൂപ്പ് പോലെ കാണപ്പെട്ടു. ഒരു വൃത്താകൃതിയിലുള്ള റിംഗ് പോലുള്ള ഉപകരണം. അതവൻ നിലത്ത് വച്ചതു മാത്രം. പെട്ടെന്ന് നിലത്തിൽ ഒരു ഇരുണ്ട വൃത്താകൃതിയിലുള്ള തുള ഉണ്ടാകുന്നു. ആ തുള മുഴുവനും പിച്ച് ബ്ലാക്ക് ആയിരുന്നു. അതൊരു പക്ഷേ അവസാനമില്ലാത്ത ശൂന്യത പോലെ തോന്നി. അടുത്ത നിമിഷം തന്നെ ഡോറേമോനും നോബിതയും ഒന്നും ചിന്തിക്കാതെ ആ തുളയിലേക്ക് ചാടി. അതിനുശേഷം പൂർണ്ണമായ നിശബ്ദത. ഞാനിത് പ്രത്യേകം പറയുന്നത് ഒരു കാരണത്താലാണ്. സാധാരണ ഡോറേമോൻ എപ്പിസോഡുകളിൽ അവർ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ ഹാപ്പി മ്യൂസിക്കും കളർഫുൾ വിഷ്വൽസും ഉണ്ടാകും. നമുക്ക് ആ കഥാപാത്രങ്ങളെ പോലും കാണാൻ കഴിയും. പക്ഷെ ഈ എപ്പിസോഡിൽ ഇരുട്ടും നിശബ്ദതയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ശബ്ദം ഒറ്റത്തവണ മാത്രം കേട്ടു, ലാൻഡിംഗ് ശബ്ദം. അതിനുശേഷം വീണ്ടും നിശബ്ദത. സ്ക്രീൻ വീണ്ടും പ്രകാശമാകുമ്പോൾ ഡോറേമോനും നോബിതയും ഒരു ചെറിയ മുറിക്കുള്ളിൽ, മതിലുകൾ കൊണ്ട് മൂടിയ ഒരു മുറിക്കുള്ളിൽ നിൽക്കുകയായിരുന്നു. ആ മുറി വളരെ ചെറുതായിരുന്നു, ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ. മതിലുകളെല്ലാം ചുവപ്പും തവിട്ടും കലർന്ന ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അത് ആരോ വളരെ മോശമായി വരച്ചതുപോലെ തോന്നിക്കുന്നു. അവിടെയുള്ള വെളിച്ചം അത് വളരെ മങ്ങിയതായിരുന്നു. ഒരു ബൾബ് മാത്രം മങ്ങി മങ്ങി കത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇരുവരും ആശ്ചര്യത്തോടെ ചുറ്റും നോക്കി. കാരണം ആ മുറിയിൽ വാതിലുമില്ല, ജനാലയും ഇല്ല, 4 മതിലുകൾ മാത്രം. പെട്ടെന്ന് എവിടെയോ നിന്ന് ഒരു പെൺകുട്ടി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഒരു തൊപ്പി ധരിച്ചിരുന്നു, മറ്റ് കഥാപാത്രങ്ങൾ ധരിക്കുന്നത് പോലുള്ള ഒരു ഫ്ലാറ്റ് ക്യാപ്പ്. പക്ഷെ അവൾ ഷിസുക പോലെയോ മറ്റേതെങ്കിലും ആനിമി കഥാപാത്രങ്ങളെ പോലെയോ സുന്ദരിയായി തോന്നുന്നില്ല, ഒട്ടും തന്നെ തോന്നുന്നില്ല. അവളുടെ നിറങ്ങളെല്ലാം ഫെയ്ഡ് ആയതുപോലെ കാണപ്പെട്ടു, ഒരു പഴയ ചിത്രപ്പണി പോലെ. അവളുടെ മുഖഭാവം വളരെ വിചിത്രമായിരുന്നു. അതിൽ സന്തോഷവുമില്ല, ദുഃഖവുമില്ല, പൂർണ്ണമായും ശൂന്യം. അവൾ നോബിതയുടെ അടുത്ത് ചെന്ന് അവന് 3 സാധനങ്ങൾ നൽകി. ഒരു എൻവലപ്പ്, ഒരു ബോട്ടിൽ, ഒരു പെൻസിൽ. ഇവയെക്കുറിച്ച് ഒരു വിശദീകരണവും ഇല്ല, ഒരു ഡയലോഗ് പോലും ഇല്ല. ഇപ്പോഴേക്കും എപ്പിസോഡിന്റെ ഏകദേശം 1/3 കഴിഞ്ഞിരുന്നു. നോബിത ഇത് കണ്ട് പൂർണ്ണമായി ഞെട്ടി നിൽക്കുകയായിരുന്നു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടി പെട്ടെന്ന് ഓടി നേരെ മതിലിലൂടെ കടന്നുപോയി. മതിൽ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന പോലെ. ഡോറേമോനും നോബിതയും അത് തന്നെ സൂക്ഷിച്ചു നോക്കി. ഇപ്പോൾ അവർക്ക് വ്യക്തമായ ഭയം തോന്നി. അതിനുശേഷം അവർ അതേ മതിലിന്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. അവർ മതിലിനടുത്തേക്കെത്തി. ആശങ്കയോടെ അതിനെ തൊട്ടു. അത് കണ്ടപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി. അവർക്കും ആ മതിലിലൂടെ കടന്നു പോകാൻ സാധിച്ചു. മതിലിന്റെ മറുവശത്തുള്ള സീൻ പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. അവരെ പിന്തുടർന്നെത്തിയ ആ പെൺകുട്ടി അവിടെ ഇല്ല. അവൾ പൂർണ്ണമായും അപ്രത്യക്ഷയായി. അവൾ ആ എപ്പിസോഡിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന പോലെ. പക്ഷെ ഇപ്പോൾ അവിടെ 2 പുതിയ കഥാപാത്രങ്ങളുണ്ട്. ഒരാൾ ഒരു പോലീസ് ഓഫീസർ. അയാൾ യൂണിഫോമിലായിരുന്നു, പക്ഷെ അവൻ്റെ മുഖം ശരിയായി വരച്ചിട്ടില്ല. രണ്ടാമത് ഒരു ചെറിയ ബാലൻ. അവൻ മഞ്ഞയും വെള്ളയും വരകളുള്ള സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്നു. അവൻ കോണിലിരുന്ന് വലിയ ശബ്ദത്തോടെ കരയുകയാണ്. അവൻ തൻ്റെ ശരീരം ചുരുട്ടി കോണിലിരിക്കുന്നു. അവൻ്റെ തോളുകൾ മാത്രം വിറയ്ക്കുന്നു. ആ സീൻ വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നതായിരുന്നു. കാരണം അവൻ എന്തുകൊണ്ട് കരയുന്നു എന്നതിൽ പറയുന്നില്ല. പോലീസ് എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നും വ്യക്തമല്ല. പിന്നിൽ ഒരു ഹോൾവേ കാണപ്പെടുന്നു. പക്ഷെ അതൊരു സാധാരണ ഹോൾവേ അല്ല. തറയിലെ ബോർഡുകൾ സൈലോഫോൺ കീകൾ പോലുള്ള നിറങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ ബോർഡും ഒരു വ്യത്യസ്ത നിറം, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിന്റെ പോലെ എല്ലാം നിരത്തിയിരിക്കുന്നു. അതിനുശേഷം പോലീസ് ഓഫീസർ ഡോറേമോനെയും നോബിതയെയും ശ്രദ്ധിക്കുന്നു. അവൻ വളരെ കാഷ്വൽ ടോണിൽ പറയുന്നു, നിങ്ങൾ ഇവിടെ ഫിലിം ചെയ്യുകയാണോ? നിങ്ങൾ അവിടെ നിന്ന് ഫിലിം ചെയ്യണം. ഈ ഡയലോഗ് ഈ എപ്പിസോഡുമായി ഒട്ടും തന്നെ പൊരുത്തപ്പെടുന്നതേ അല്ലായിരുന്നു. ഫിലിം ചെയ്യുക. എന്താണ് ഫിലിം ചെയ്യേണ്ടത്? ആരുടെയെങ്കിലും എന്തെങ്കിലും ഫിലിം.
പക്ഷേ പോലീസ് ഓഫീസർ ഒന്നും വിശദീകരിക്കുന്നില്ല. അവനെ ആ ഹോൾവേയിലേക്ക് പോകാൻ പറയുന്നു. ഡോറേമോനും നോബിതയും ആശയക്കുഴപ്പത്തോടെയും ഭയത്തോടെയും അവന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. അവർ ആ കളർഫുൾ സൈലോഫോൺ ഹോൾവേ വഴി നടക്കുന്നു. ആനിമേഷൻ നോക്കുമ്പോൾ ഓരോ ചുവടിലും ടൈലുകൾ പിയാനോ കീകൾ പോലെ അമരുന്നതായി തോന്നും. പക്ഷെ ഒരു ശബ്ദവുമില്ല. വീണ്ടും ആ ഭയപ്പെടുത്തുന്ന നിശബ്ദത മാത്രം. അവരുടെ കാൽച്ചുവടുകളുടെ ശബ്ദം മാത്രം അവിടെ കേൾക്കാം. ഇതിനിടെ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയുടെ ശബ്ദം പിന്നിൽ പതിയെ ഫേഡാവുകയാണ്. പോലീസ് ഓഫീസർ അവരെ ഒരു വാതിലിലേക്ക് കൊണ്ടുപോകുന്നു, ഒരു ചെറിയ ഇരുണ്ട മുറിയിലേക്ക്. ആ മുറിയുടെ നടുവിൽ ഒരു ചെറിയ ഗ്ലോബ് വരച്ചിരുന്നു, ഒരു ചെറിയ ഭൂമിയുടെ മോഡൽ. അത് മണൽമേൽ വച്ചിരിക്കുകയാണ്. ഈ എപ്പിസോഡിൽ ആ ഗ്ലോബ് വളരെ ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടില്ല. ഒരു വൃത്താകൃതിയിലുള്ള സ്ഫിയറിൽ നീലയും പച്ചയും നിറങ്ങൾ മാത്രം വരച്ചിരിക്കുന്നു. അതിനുശേഷം പോലീസ് ഓഫീസർ ഒന്നും പറയാതെ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. വാതിലുകൾ അടച്ചു പൂട്ടപ്പെടുന്നു. ഇപ്പോൾ ഡോറേമോനും നോബിതയും ആ ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്കാണ്. അവരോടൊപ്പം ആ ഗ്ലോബ് മാത്രം. ഇരുവരും ഗ്ലോബിനടുത്തേക്ക് നോക്കുന്നു. അവർ അത് ശ്രദ്ധിച്ചു നോക്കുന്നു. അപ്പോഴാണ് നമുക്കൊരു ശബ്ദം കേൾക്കുന്നത്. 1 മണിക്കൂറിൻ്റെ സെക്കൻഡ് സൂചി. അത് ടിക് ടിക് എന്നടിക്കുന്ന ശബ്ദം. വീണ്ടും ഓർമ്മിപ്പിക്കാം, ഈ എപ്പിസോഡിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല, ഒരു ശബ്ദവുമില്ല. പക്ഷെ പെട്ടെന്ന് ആ ഗ്ലോബിൻ്റെ മേൽ ഒരു ചെറിയ ക്രാക്ക് കാണപ്പെടുന്നു. വളരെ നേരിയ ഒരു ലൈൻ. അത് ഗ്ലോബിൻ്റെ ഉപരിതലത്തിൽ പിളർന്നതുപോലെ, ആരോ വാ തുറക്കുന്നത് പോലെ. അതിനുള്ളിൽ നിന്നും ഒരു ഇരുണ്ട ദ്രാവകം പുറത്തേക്ക് ചോരുന്നു. ആ ദ്രാവകം കറുപ്പാണോ അല്ലെങ്കിൽ ഡാർക്ക് റെഡ് ആണോ എന്നൊന്നും വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. കാരണം വീണ്ടും ആനിമേഷൻ ക്വാളിറ്റി വളരെ ലോ ആയിരുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആ ദ്രാവകം വല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന പോലെയായിരുന്നു. ഇത് കണ്ടപ്പോൾ ഡോറേമോനും നോബിതയും ഭയന്ന് വിറച്ചു. അവർ പരസ്പരം പിടിച്ചുകൊണ്ട് നിന്നു. ഭയന്ന് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ക്യാമറ ആംഗിൾ ഫ്രീസായി പോകുന്നു. അവിടെ 2 കഥാപാത്രങ്ങളും ഭയന്ന് നിൽക്കുന്നു. അവരുടെ അടുത്ത് ആ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലോബ്. അതോടുകൂടി ആ എപ്പിസോഡ് അവസാനിക്കുന്നു. പൂർണ്ണമായും അബ്രപ്റ്റായി. യാതൊരു റെസൊല്യൂഷനും ഇല്ല, യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല. സ്ക്രീൻ ബ്ലാക്കായി മാറുന്നു. ക്രെഡിറ്റ്സ് ഇല്ല, അടുത്ത എപ്പിസോഡിൻ്റെ പ്രിവ്യൂ ഇല്ല, ഒന്നുമില്ല. ഈ എപ്പിസോഡ് കണ്ടതായി പറയപ്പെടുന്ന ജാപ്പനീസ് പ്രേക്ഷകർ പറയുന്നത് ഈ അനുഭവം അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായ്ച്ചിട്ടില്ല എന്നാണ്. ആ കൺഫ്യൂസിങ് പ്ലോട്ട്, മോശമായ ആനിമേഷൻ ക്വാളിറ്റി, ഡാർക്ക് ടോൺ, യാതൊരു ഉത്തരവും നൽകാതെ എപ്പിസോഡ് അവസാനിപ്പിച്ചപ്പോഴുണ്ടായ ഒരു ഹെൽപ്ലെസ് ഫീലിംഗ്, ഇത് ഇന്നും അവരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് പല തിയറികളുണ്ട്. ചിലർ പറയുന്നത് ഇതൊരു പക്ഷേ ഫോൾസ് മെമ്മറി ആയിരിക്കാം, അല്ലെങ്കിൽ മാസ് ഹിസ്റ്റീരിയ പോലുള്ള ഒരു ഫിനോമിനൻ ആയിരിക്കാം. അവിടെ ആളുകൾ മറ്റെന്തോ കണ്ടു, പിന്നീട് അവരുടെ ഓർമ്മകൾ തമ്മിൽ മിക്സായി പോയതാകാം. ചിലർ പറയുന്നത് ഇതൊരു ബൂട്ട്ലഗ് VHS ടേപ്പുകൾ അല്ലെങ്കിൽ തെറ്റായി പ്ലേ ചെയ്ത എപ്പിസോഡായിരിക്കാം. പക്ഷേ ഏറ്റവും ക്രീപ്പി ആയിട്ടുള്ള തിയറി ഞാൻ അടുത്ത് പറയാൻ പോകുന്നതാണ്. ഈ എപ്പിസോഡിന്റെ ടൈറ്റിൽ ടാലന്റ് എന്നായിരുന്നു. പക്ഷെ അത് ഡിസ്റ്റോർട്ടായി കാണപ്പെട്ടപ്പോൾ അത് ഷീനെ എന്ന് വായിക്കാമായിരുന്നു. ജാപ്പനീസിൽ ഷീനെ എന്നതിന്റെ അർത്ഥം ഡെത്ത് എന്നാണ്. അപ്പോൾ ചോദ്യം, ഈ എപ്പിസോഡ് ഡെലിബറേറ്റായി ഇങ്ങനെ ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്ററുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം നമുക്കറിയാവുന്നതുപോലെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില നല്ലതായിരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നോ? അത് അബദ്ധത്തിൽ ടെലികാസ്റ്റ് ആയതാണോ? അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കാൽപ്പിത ഓർമ്മ സൃഷ്ടിച്ചതാണോ? സത്യം എന്തായാലും ഈ അർബൻ ലെജൻഡ് ഇന്നും ജീവിക്കുകയാണ്. ഇതാണ് ഡോറേമോന്റെ ഏറ്റവും ക്രീപ്പി എപ്പിസോഡ്, ഡോറേമോൻ ടെറൻറ്റോ. ഈ വീഡിയോയിൽ ഞാൻ ഡോറേമോന്റെ ക്രിയേറ്ററിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ മരണത്തെക്കുറിച്ച് വളരെയധികം തിയറികളുണ്ട്. നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഇതോടെ ഈ ക്രീപ്പി പാസ്റ്റ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ എങ്ങനെ തോന്നി എന്നുള്ളത് വീണ്ടും കമൻറ്റിൽ പറയുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനിമയുടെ ക്രീപ്പി പാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം. പോകുന്നതിന് മുൻപായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് കഥകൾ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.